ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2016 പുറത്തിറങ്ങിയ ഖൗട്ടോ എന്ന ബംഗാളി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഈ സിനിമയിൽ ഒരു എഴുത്തുകാരനെയാണ് കാണിക്കുന്നത്. അയാൾ വിവാഹിതനായി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയാണ്. എന്നാൽ അയാൾക്ക് മറ്റൊരു പെൺകുട്ടിയിൽ ആഗ്രഹം തോന്നുന്നുണ്ട്. ആ പെൺകുട്ടിയുമായി അയാൾ അവിഹിത ബന്ധം തുടങ്ങുകയാണ്. അതിനുശേഷം ആ എഴുത്തുകാരന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതാണ് കഥ. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ മാധ്യമപ്രവർത്തകർ ഒരു വാർത്ത കവർ ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാര്യ മറ്റൊരു വ്യക്തിയുമായി ചേർന്ന് ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവ് യാദൃശികമായി വീട്ടിൽ വന്ന് ഈ കാര്യം കാണുകയാണ്. ദേഷ്യത്തിൽ അയാൾ രണ്ടുപേരെയും കൊലപ്പെടുത്തുന്നു. ഇത് സംബന്ധിച്ചാണ് മാധ്യമങ്ങൾ അയൽവാസികളോടും വക്കീലിനോടും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇപ്പോൾ വാർത്തയിലൊക്കെ വരുന്നുണ്ടല്ലോ. ഇത് 4-5 സുഹൃത്തുക്കൾ ഒന്നിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്ത് അവിഹിത ബന്ധങ്ങളൊക്കെ വളരെ കൂടിയിട്ടുണ്ട് എന്ന രീതിയിൽ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഈ 5 പേരിൽ 2 പേരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവർ 2 പേരും പ്രണയത്തിലാണ്. ഇതിൽ പയ്യന്റെ പേര് ഋഷഭ് എന്നും പെൺകുട്ടിയുടെ പേര് സൊനാലി എന്നുമാണ്. ഋഷഭിന്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ സുഹൃത്തുക്കളെല്ലാവരും സർപ്രൈസ് നൽകാനായി പെട്ടെന്ന് അവിടേക്ക് വരികയാണ്. അവനും അത് കണ്ട് സന്തോഷിക്കുന്നുണ്ട്. അവന് കേക്കൊക്കെ മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നു. ഇവർ 2 പേരും പ്രണയത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഇടയ്ക്കിടെ ഇവർ 2 പേരും ഒന്നിച്ച് പുറത്തൊക്കെ പോകാറുണ്ട്. ഇവർ പുറത്ത് ഒന്നിച്ച് കറങ്ങുന്നതൊക്കെ ഒരു പാട്ട് പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. സൊനാലിയുടെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എൻ്റെ മകൾക്ക് വിവാഹപ്രായമായി ഒരു പയ്യനെ കാണണം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അവൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു ആൻറ്റി എന്ന് അവളുടെ സുഹൃത്ത് തമാശയായി പറയുന്നു. ഇത് കേൾക്കുന്ന സൊനാലി, നീ എന്തേ ചെയ്യുന്നത്, മിണ്ടാതിരിക്കുക എന്ന രീതിയിൽ സുഹൃത്തിനെ നിയന്ത്രിക്കുന്നുണ്ട്. ബോയ് ഫ്രണ്ടായ ഋഷഭിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. 2 പേരും റൂംമേറ്റ്സ് ആണ്. കാമുകിയുമായി എന്തൊക്കെ നടക്കുന്നു എന്നതൊക്കെ ആ റൂംമേറ്റ് ഇടയ്ക്കിടെ ചോദിച്ചറിയാറുണ്ട്. ചില സമയങ്ങളിൽ ഇവർ റൂമിൽ തന്നെ ഒന്നിച്ചുണ്ടാവും. അപ്പോൾ റൂംമേറ്റ് അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അവൻ പഠിക്കുന്നത് പോലെ അഭിനയിച്ച് ഇവർ റൊമാൻസ് ചെയ്യുന്നതൊക്കെ ഒളിഞ്ഞു നോക്കും. അങ്ങനെയുള്ള ചില സീനുകളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവർ 2 പേരും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പേരും കൂടി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോട്ടലിൽ കുറച്ച് നാൾ താമസിക്കാനാണ് പ്ലാൻ. അവർ 2 പേരും ആ ഹോട്ടലിൽ എത്തുകയാണ്. അവിടെയുള്ള ഒരു അങ്കിൾ ഇവരോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ അങ്കിൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ മകളാണ്, നിങ്ങളൊരു കപ്പിൾസ് ആണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അല്ലല്ല, ഞങ്ങൾ പ്രണയിക്കുകയാണ് എന്നവർ പറയുന്നു. അവർ റൂമിലേക്ക് വരുന്നുണ്ട്. റൂമിൽ വന്ന ഉടനെ അവർ റൊമാൻസ് ചെയ്യുകയാണ്. അപ്പോൾ സൊനാലിക്ക് അച്ഛൻ്റെ കോൾ വരുന്നുണ്ട്. പെൺകുട്ടികളുടെ കൂടെ ട്രിപ്പ് പോകുന്നു എന്ന് കള്ളം പറഞ്ഞിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് അച്ഛനോട് സംസാരിക്കുന്നത്. അപ്പോൾ ബോയ് ഫ്രണ്ട് അവിടെ വന്ന് റൊമാൻസ് ചെയ്യുന്നുണ്ട്. വീട് വിട് എന്ന് അവൾ പറയുന്നുണ്ട്. ഒടുവിൽ കോള് കട്ട് ചെയ്യുന്നു. കുറച്ച് നേരം പോലെ തന്നെ വെറുതെ വിടില്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നേരത്തെ പരിചയപ്പെട്ട അങ്കിൾ അവിടേക്ക് വരുന്നത്. ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് അദ്ദേഹം. ഇവരുടെ അവസ്ഥ കണ്ട് അദ്ദേഹം ഞെട്ടാണ്. സോറി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോകുന്നു. അദ്ദേഹം പോയ ശേഷം ഇവർ 2 പേരും ചിരിക്കുന്നുണ്ട്. ഇവർ താമസിക്കുന്നത് ഒരു ബീച്ച് ഹൗസിലാണ്. അവിടെ ഒറ്റപ്പെട്ട ഒരു വീടുള്ളതായി അവർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ അവിടെ തനിയൊരു വീട് എന്ന് സൊനാലി ചോദിക്കുന്നുണ്ട്. ഋഷഭ് അതൊന്നും കാര്യമാക്കുന്നില്ല. അവൻ വീണ്ടും റൊമാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. റൂമിലിരിക്കുമ്പോൾ നമുക്ക് മദ്യപിക്കാം എന്നവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. എപ്പോഴും മദ്യപിക്കാനും എൻ്റെ കൂടെ കിടക്കാനും മാത്രമേ നിനക്ക് ആഗ്രഹമുള്ളൂ? ഇത് മാത്രമാണോ പ്രണയം? വേറൊന്നും പ്രണയത്തിലില്ലേ എന്നവൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ എൻജോയ് ചെയ്യാനല്ലേ വന്നത്, നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നവൻ ചോദിക്കുന്നുണ്ട്. ശാരീരിക ബന്ധം മാത്രമല്ല റിലേഷൻഷിപ്പ്, അത് നീ എന്ന് മനസ്സിലാക്കും എന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. വഴക്കിട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. എന്നപ്പോ എന്നവൻ ദേഷ്യത്തിലും പറയുന്നു. അവൾ അടുത്തുള്ള ബീച്ചിലിരുന്ന് കരയാണ്. അവൾ കരയുന്നത് കണ്ട് വേറൊരു വ്യക്തി അവിടേക്ക് വരുന്നു. അവൾ കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് അവൾ മറുപടിയും പറയുന്നു. ആ വ്യക്തിയെ എവിടെയോ കണ്ടതുപോലെ അവൾക്ക് തോന്നുന്നു. നിങ്ങൾ ആരാണ് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം മറുപടി പറയുന്നില്ല. അടുത്ത് തന്നെയാണ് എൻ്റെ വീട്, അവിടെ വേണമെങ്കിൽ നിൽക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നടന്നു പോവാണ്. അവൾ അദ്ദേഹത്തെ പിന്തുടർന്ന് പോവാണ്. പക്ഷേ ഉള്ളിൽ പോവാൻ അവൾക്ക് ഭയമുണ്ട്. നീ പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല, ഉള്ളിലേക്ക് വാ എന്ന് അദ്ദേഹം പറയുന്നു. അത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോവാണ്. ബോയ് ഫ്രണ്ട് അവളെ അന്വേഷിച്ച് തിരയാണ്. ഒരുപക്ഷെ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. ചെക്ക് ചെയ്യാൻ ഉള്ളിൽ വരുമ്പോൾ അവൾ അവിടെ ഇരുന്ന് പുസ്തകം വായിക്കുന്നത് അവൻ കാണുന്നു. വാ, നമുക്ക് റൂമിലേക്ക് പോവാം എന്ന് അവൻ വിളിക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ല എന്ന് അവൾ തിരിച്ച് മറുപടിയും പറയുന്നു. അപ്പോൾ അവിടെയുള്ള വ്യക്തിയെ കാണുന്ന അവനും അദ്ദേഹത്തെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നി എന്ന് സോനാലിയും പറയുന്നു. നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മൽ എന്ന് അദ്ദേഹം പറയാണ്. അതോടെ അദ്ദേഹം ആരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ 20 വർഷം മുമ്പ് വരെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെല്ലാം ഹിറ്റാണ്. ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ ഇഷ്ടവുമാണ്. ആ എഴുത്തുകാരനാണ് ഇദ്ദേഹം എന്ന് തിരിച്ചറിയാണ്. ആ എഴുത്തുകാരൻ എന്തു പറ്റിയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം എല്ലാവരിൽ നിന്നും അകന്ന് ഇവിടെ താമസിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. എന്തിനാണ് എല്ലാവരെയും വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നവർ ചോദിക്കുന്നുണ്ട്. ഞാൻ തുടങ്ങിയത് അവസാനിപ്പിക്കാനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. വൂണ്ട് എന്ന പേരിൽ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എന്തുപറ്റി, എന്തുകൊണ്ടാണ് എല്ലാവരെയും ഉപേക്ഷിച്ച് വന്നത്, അത് ഞങ്ങളോടൊന്ന് പറയാമോ എന്നവർ ചോദിക്കുന്നുണ്ട്. ശരി, പറയാം എന്ന് പറഞ്ഞ് നിർമ്മൽ തന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നു.
20 വർഷം മുൻപുള്ള നിർമ്മലിനെയാണ് കാണിക്കുന്നത്. ഒരു വലിയ പബ്ലിക്കേഷനിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് അവിടെ വലിയ സ്ഥാനമാണ്. കാരണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം വിജയകരമാണ്. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. അടുത്ത പുസ്തകം വേഗം റെഡിയാക്ക് എന്ന് എഡിറ്റർ പറയുന്നുണ്ട്. പ്രൊഫഷണൽ ലൈഫ് പോലെ തന്നെ പേഴ്സണൽ ലൈഫും നല്ല രീതിയിലാണ് പോകുന്നത്. അദ്ദേഹത്തിന് ശ്രീജ എന്നൊരു ഭാര്യയുണ്ട്. വളരെ സ്നേഹമുള്ള ഒരു ഭാര്യ. രണ്ടുപേരും സന്തോഷമായി ജീവിക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ അവളെ കാണുന്നത് വരെ എല്ലാം ശരിയായിട്ടാണ് പോയിരുന്നത്. അതിനുശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമാണ്. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. പഴയ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന അലോക് എന്ന സുഹൃത്തിനെയും വിളിച്ചിട്ടുണ്ട്. അവൻ എപ്പോഴും തനിയാണ് വരാറുള്ളത്. എന്നാൽ ഇത്തവണ ഭാര്യയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ പേര് അന്തര എന്നാണ്. അന്തരയെ കണ്ടതും നിർമ്മൽ സ്തബ്ധനായി പോവാണ്. അവളെ തന്നെ ഉറ്റുനോക്കുന്നു. അലോകിന് കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായി. ഭാര്യയെ അധികം പുറത്തൊന്നും കൊണ്ടുവരാറില്ല. ഇപ്പോഴാണ് എല്ലാവരും ഭാര്യയെ കാണുന്നത്. അന്തരയോട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അവരധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. എല്ലാവരോടും വെറുതെ പരിചയപ്പെടുന്നുണ്ട്. എന്താ ഇവൾ ആരോടും മിണ്ടാത്തതെന്ന് സുഹൃത്തുക്കൾ ആലോകിനെ കളിയാക്കുന്നു. നിർമ്മൽ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ബുക്സൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ബുക്സ് വായിക്കാത്തവരുണ്ടാവോ എന്ന് അവരും തിരിച്ചു മറുപടി പറയുന്നു. അത് കേട്ട് അദ്ദേഹത്തിന് സന്തോഷമാവുന്നുണ്ട്. പാർട്ടിയൊക്കെ കഴിയുന്നുണ്ട്. രാത്രി ഭാര്യ ശ്രീജ റൊമാൻസ് ചെയ്യാനായി വരുന്നുണ്ട്. അദ്ദേഹവും ഉമ്മോടുകാനായി അടുക്കുന്നു. അങ്ങനെ അടുക്കുമ്പോൾ അന്തരയുടെ മുഖം അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. അദ്ദേഹം അസ്വസ്ഥനാവുന്നുണ്ട്. അതായത് ഇന്ന് പാർട്ടിയിൽ കണ്ട ആളെക്കുറിച്ചുള്ള ചിന്ത വീണ്ടും വീണ്ടും വരുന്നുണ്ട്. എനിക്ക് കഥ എഴുതാനുണ്ട്, നീ പോയി കിടന്നോ എന്ന് പറഞ്ഞ് ഭാര്യയെ പറഞ്ഞയക്കുന്നു. അന്തരയെ കണ്ടതിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. കായം എന്ന തലക്കെട്ടിൽ ഒരു കഥ എഴുതാൻ തുടങ്ങാണ്. പ്രസന്റിൽ ഇവർ രണ്ടുപേരോടും ഒരു കഥ തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ കഥ ഇപ്പോഴും തീർക്കാതിരിക്കുകയാണ്. അത് പൂർത്തിയാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. വീണ്ടും പഴയ കാര്യങ്ങൾ കാണിക്കുന്നു. ഓഫീസിൽ എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. ശ്രീജയുടെ കോളാണ് വരുന്നത്. സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ജോലി തിരക്കിലാണ്, വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം മറുപടി പറയുന്നു. ഞാനും അന്തരയും കൂടിയിട്ടാണ് പോകുന്നത്, വൈകുന്നേരം വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തോളൂ എന്നവർ പറയുന്നു. എന്ത്, നിന്റെ കൂടെ അന്തരയും വരുന്നുണ്ടോ എന്ന് അദ്ദേഹം ഉള്ളിൽ ഞെട്ടാണ്. തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് സംശയം തോന്നും. അതുകൊണ്ട് ഫോൺ വെക്കുകയാണ്. വൈകുന്നേരം പിക്ക് ചെയ്യാനായി ചെല്ലുന്നുണ്ട്. അന്തര ഇതുവരെ റെഡി ആയിട്ടില്ല. അന്തരയോട് ഭാര്യ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ അലോക് വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവനെ കാണാൻ പോവാണ് എന്ന് പറഞ്ഞ് മാറിപ്പോവാണ്. ഇത് കാരണം ഇദ്ദേഹത്തിന് അന്തരയോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നു. അദ്ദേഹം അന്തരയോട് സംസാരിക്കുകയാണ്. നമുക്ക് പുറത്തു വെച്ച് മീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തിനു മീറ്റ് ചെയ്യണം എന്നവർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അതിൽ തൻ്റെ ഫോൺ നമ്പർ എഴുതി വെക്കുകയാണ്. അപ്പോൾ അലോക് വരുന്നു. പോകാമെന്ന് പറഞ്ഞ് ഭാര്യയെ വിളിക്കുന്നു. അവർ നടന്നു തുടങ്ങാണ്. എൻ്റെ വാച്ച് എടുക്കാൻ മറന്നു, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അന്തര തിരിച്ചു വരുന്നു. വാച്ച് എടുക്കാനല്ല, അദ്ദേഹം എന്താണ് എഴുതി വെച്ചത് എന്ന് നോക്കാനാണ് വന്നത്. ഫോൺ നമ്പർ ആണെന്ന് മനസ്സിലാക്കി അതെടുത്ത് പേഴ്സിൽ വെക്കുന്നു. കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഋഷഭ് ഭാര്യ വഞ്ചിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. തെറ്റാണ് എന്ന് അദ്ദേഹവും സമ്മതിക്കുന്നു. നാളെ ബാക്കി പറയാം, ഇപ്പൊ പൊക്കോളൂ എന്ന് അദ്ദേഹം പറയുന്നു. റൂമിൽ വന്ന ശേഷം രണ്ടുപേരും ആ റൈറ്ററെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം നല്ലതായിരുന്നു അല്ലേ എന്ന് സൊനാലി പറയുന്നു. എന്നാൽ ഋഷഭിന് ദേഷ്യമാണ്. അവൻ എന്തോ ലവ് സ്റ്റോറി പറയുന്ന പോലെ പറയാണ്. അടുത്തവന്റെ ഭാര്യയുമായി അവിഹിതത്തിൽ ഏർപ്പെട്ടവൻ അതിനെ എങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് നോക്ക് എന്നവൻ ദേഷ്യപ്പെടാണ്. അങ്ങനെയൊന്നും പറയല്ലേ എന്ന് സൊനാലി പറയുന്നു. നേരത്തെ ഒരു അങ്കിളിനെ കണ്ടല്ലോ, അദ്ദേഹം ഫാമിലിയോടൊപ്പം ഭക്ഷണം കഴിക്കുകയാണ്. ഋഷഭും ചെന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് സൊനാലിയും വരുന്നു. ഉച്ചയ്ക്ക് ശേഷം വരാൻ റൈറ്റർ പറഞ്ഞിട്ടുണ്ട്. അതുവരെ അവർ സമയം ചെലവഴിക്കുന്നുണ്ട്. സമയമാകുമ്പോൾ അവർ റൈറ്ററെ കാണാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കായി സ്പെഷ്യലായി ഒരുക്കിയതുണ്ട്, കഴിക്ക് എന്ന് അദ്ദേഹം പറയുന്നു. സൊനാലി ഒരു ഡയറി കൊടുത്ത് ഓട്ടോഗ്രാഫും ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ ഒപ്പിട്ട് നൽകുന്നു. ബാക്കി കഥ പറ എന്ന് അവർ ആവശ്യപ്പെടുകയാണ്. പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം തുടരാണ്. അന്തര കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നത്. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവർ ഇദ്ദേഹത്തിന് കോൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ് നമ്പർ തന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ കാണാൻ വരുമോ എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ എന്തിനാണ് നിങ്ങളെ കാണുന്നത്, എനിക്കൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നു. ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവർ ചിന്തിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഭർത്താവ് അലോക് വരുന്നുണ്ട്. അവൻ പതിവില്ലാതെ നന്നായി മദ്യപിച്ചിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് അന്തര ചോദിക്കുന്നുണ്ട്. ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ അവൻ പറയാണ്. ഓഫീസിൽ നന്നായി ജോലി ചെയ്യാത്തവരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ പേരുമുണ്ട്. എന്നെയും ഉടനെ ജോലിയിൽ നിന്ന് മാറ്റും. ഈ ജോലി പോയാൽ പിന്നെ എന്ത് ചെയ്യും? ജീവിതം ഓർത്തിട്ട് പേടിയാവുന്നുണ്ട്. ആത്മഹത്യ ചെയ്താലോ എന്നാണ് തോന്നുന്നത് എന്നൊക്കെ അവൻ സങ്കടത്തോടെ പറയാണ്. ഇത് കേൾക്കുന്ന അന്തര ആ നമ്പറിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. നിർമ്മലും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. നിർമ്മലിന് അവിടെ വലിയ പവർ ഉണ്ട്. നിർമ്മലിനോട് സഹായം ചോദിച്ചാലോ എന്നിവർ ചിന്തിക്കുന്നുണ്ട്. നിർമ്മൽ ഓഫീസിൽ ലേഡീസുമായി ഫ്ലേർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അന്തര ഇദ്ദേഹത്തെ കാണാൻ പോകാതെ ശ്രീജയെ കാണാനാണ് പോകുന്നത്. ശ്രീജയുടെ എല്ലാ കാര്യങ്ങളും കരഞ്ഞുകൊണ്ട് പറയാണ്. വിഷമിക്കണ്ട എന്ന് ശ്രീജ ആശ്വസിപ്പിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് നിർമ്മലിന് ശ്രീജയുടെ കോൾ വരുന്നുണ്ട്. അന്തര വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഓഫീസിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് അദ്ദേഹം ഞെട്ടാണ്. നമ്മൾ സംസാരിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടാവോ എന്ന് അദ്ദേഹം ഭയക്കുന്നു. എന്നാൽ അവർ വന്നത് വേറൊരു കാര്യത്തിനാണ്. അലോകിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നു എന്ന് കേട്ടു. നിങ്ങളൊന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ, ഒന്ന് സംസാരിച്ച് നോക്ക് എന്ന് ശ്രീജ പറയുന്നുണ്ട്.
അദ്ദേഹം അത് സമ്മതിക്കുകയാണ്. എഡിറ്ററോട് പോയി സംസാരിക്കുന്നുണ്ട്. ആലോകിനെ പിരിച്ചുവിടരുത്, അവൻ നമുക്ക് ഉപകരിക്കും എന്നൊക്കെ പറഞ്ഞ് അവന്റെ ജോലി നിലനിർത്തുന്നു. ഇദ്ദേഹം ഇത്രയൊക്കെ പറയുന്നത് കൊണ്ട് എഡിറ്ററും സമ്മതിക്കുകയാണ്. ഇതുവഴി അന്തരയുമായി അടുക്കാം എന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു. ആലോകിന്റെ ജോലി അങ്ങനെ പോകുന്നില്ല. ഇത് മുതലെടുത്ത് അന്തരയോട് ഒരു സ്ഥലത്തേക്ക് വരാൻ അദ്ദേഹം പറയുന്നു. അന്തര പേടിയോടെ ആരും കാണാതിരിക്കാൻ മുഖം മറച്ചിട്ടാണ് വരുന്നത്. ഒരു ഹോട്ടൽ റൂമിലേക്കാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്. ആ റൂമിൽ വെച്ച് അവർ രണ്ടുപേരും ഇന്റിമേറ്റ് ആവുന്നു. അന്തരയ്ക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഇദ്ദേഹമാണ് നിർബന്ധിക്കുന്നത്. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ബന്ധപ്പെടുന്നത്. എല്ലാം കഴിഞ്ഞ് അവർ കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വഞ്ചിച്ചു, ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചു, ഇതൊക്കെ തെറ്റല്ലേ എന്ന് അന്തര ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അവളെ വഞ്ചിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ നിന്നെ കണ്ടപ്പോൾ എല്ലാം മാറിപ്പോയി, നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയാണ്. എന്നാൽ അന്തരയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇതോടെ ഇത് നിർത്തണം എന്ന് പറഞ്ഞ് ബാത്റൂമിലിരുന്ന് അവർ കരയാണ്. ചിലരോട് പ്രണയം തോന്നും, ചിലരോട് കാമം തോന്നും. എനിക്ക് അവളോട് രണ്ടും തോന്നി എന്ന് റൈറ്റർ പറയാണ്. ഇന്നത്തേക്ക് ഇത് മതി എന്ന് അദ്ദേഹം പറയുന്നു. ഇനി തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടല്ലേ, ഇന്നിവിടെ കിടന്നോളൂ എന്ന് അദ്ദേഹം ഋഷഭിനോടും സോനാലിയോടും പറയുന്നു. റൈറ്റർ പറഞ്ഞ കഥയെ കുറിച്ചിട്ട് തന്നെ സോനാലി ചിന്തിക്കുകയാണ്. നീ ഇത്ര ആലോചിക്കാൻ മാത്രമേ ഈ കഥയിൽ ഒന്നുമില്ല എന്ന് ഋഷഭ് പറയുന്നുണ്ട്. സോനാലിയുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. രണ്ടുപേരും ഫൺ ചെയ്യുകയാണോ എന്ന് കളിയാക്കുകയാണ്. ഋഷഭിന്റെ ഫ്രണ്ടും വിളിക്കുന്നുണ്ട്. ഇരുവരും റൊമാൻസ് ചെയ്യുന്നു. ഇവർ റൊമാൻസ് ചെയ്യുന്നത് യാദൃശികമായ റൈറ്റർ കാണുകയാണ്. അദ്ദേഹം ഉറ്റുനോക്കുന്നുണ്ട്. ഇവിടെ സിനിമയുടെ ഇന്റർവെൽ ആവുന്നു. രാവിലെ ഋഷഭ് എഴുന്നേൽക്കുമ്പോൾ സോനാലി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. റൈറ്റർ വീട്ടിലില്ല, അതുകൊണ്ടാണ് നോക്കുന്നത് എന്ന് അവൾ പറയുന്നുണ്ട്. നോക്കുമ്പോൾ റൈറ്റർ സാധനങ്ങളൊക്കെ വാങ്ങി വരികയാണ്. കഥയുടെ ബാക്കി എന്ത് സംഭവിച്ചെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട് എന്ന് സോനാലി പറയുന്നു. അദ്ദേഹം ബാക്കി പറയാൻ തുടങ്ങുകയാണ്. അന്തര ഇദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകത്തിലെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കോള് വരികയാണ്. കാണണം എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട്, നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ വരാൻ എനിക്ക് പറ്റില്ല, നമുക്കിടയിൽ നടന്നത് അതോടെ തീർന്നു എന്നവർ പറയാണ്. ഇത് കേട്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. അദ്ദേഹം നേരിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞത് അയൽവാസികളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അവർ തനിയാണ് താമസിക്കുന്നത്. അദ്ദേഹം വാതിലിന് തട്ടുന്നു. അദ്ദേഹം വന്നത് കണ്ട് അവർ ഞെട്ടാണ്. ആ സമയം മകൻ നന്നായി ഉറങ്ങാണ്. അദ്ദേഹം വന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. പ്ലീസ് പോകൂ എന്ന് അവൾ അപേക്ഷിക്കുന്നു. എന്നാൽ അദ്ദേഹം പോകുന്നില്ല. അവൾ കൈക്കാവിധിയൊക്കെ ചൊല്ലുന്നുണ്ട്. നിന്നെ വെച്ചാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. കഥയുടെ പേര് കായം എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ നിന്നും കാമം മാത്രമല്ല പ്രണയമുണ്ടെന്ന് അന്തരയ്ക്ക് മനസ്സിലാവുന്നു. ഒരു ഘട്ടത്തിൽ അവരും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ആരോ വാതിലിൽ തട്ടുന്നുണ്ട്. അദ്ദേഹം പേടിക്കാണ്. ഞാൻ ഒളിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, സോഫയിലിരിക്കുക, ഞാൻ സമാധാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അവർ വാതിൽ തുറക്കുന്നു. ഭർത്താവായിരിക്കും എന്ന് കരുതിയെങ്കിലും ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ് വന്നത്. അവർക്ക് നിർമ്മലിനെ അറിയാലോ. നിർമ്മലും ചെറുതായി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്തിനാണ് അലോകിന്റെ വീട്ടിൽ പോയത് എന്ന് പിന്നീട് കൊളീഗ് ചോദിക്കുന്നുണ്ട്. അലോകിനെ കാണാൻ പോയതാണ്, അവൻ അവിടെ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇത് വിശ്വസനീയമല്ലല്ലോ എന്ന് ആ കൊളീഗിന് സംശയം തോന്നുന്നുണ്ട്. ഇനി എല്ലാവരും ചേർന്ന് ഒരു ടൂർ പോകാൻ അദ്ദേഹം പ്ലാൻ ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ശ്രീജ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് യാത്ര പോവാണ്. പോകുമ്പോൾ കാറിലെ കണ്ണാടിയിലൂടെ അദ്ദേഹം അന്തരയെ തന്നെ നോക്കുകയാണ്. അന്തരയും ഭയക്കുന്നുണ്ട്. ഇടയ്ക്കിടെ കണ്ണാടിയിൽ നോക്കുന്നത് കണ്ട് ശ്രീജയ്ക്ക് ചെറിയൊരു സംശയം വരുന്നുണ്ട്. എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇദ്ദേഹം അലോകിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. കാരണം അന്തരയെ കാണാനാണ്. സംശയം തോന്നും, മാറ് എന്ന അന്തര കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. എല്ലാവരും പങ്കാളികളായിട്ടാണ് വന്നിരിക്കുന്നത്. അവരൊറ്റയ്ക്ക് ചുറ്റിക്കറങ്ങാൻ പോവാണ്. ഇദ്ദേഹം ഭാര്യയുമായി റൊമാൻസ് ചെയ്യുന്നു. അവിടെയുള്ള അരുവിയൊക്കെ അവർ കാണുന്നുണ്ട്. രാത്രി എല്ലാവരും ക്യാമ്പ് ഫയറിന് ചുറ്റിയിരിക്കുകയാണ്. ഒരു ഗെയിം കളിക്കാമെന്ന് പറയുന്നുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന സിനിമയുടെ പേര് പറയണം. ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ പേര് പറയണം. അങ്ങനെ കളിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അടുപ്പം ഫ്രണ്ട്സിന് കുറച്ചായി മനസ്സിലാവാൻ തുടങ്ങിയെന്ന് അദ്ദേഹം പറയുന്നു. റൈറ്റർ എന്ന് ചോദിക്കുമ്പോൾ അന്തര പെട്ടെന്ന് നിർമ്മൽ എന്ന പേര് പറയുന്നു. വേറൊരു ചോദ്യത്തിന് നിർമ്മൽ അന്തരയുടെ പേരും പറയുന്നു. നേരത്തെ വീട്ടിൽ വെച്ച് കണ്ട കൊളീഗിന് സംശയം കൂടുന്നു. ശ്രീജയും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സംശയം ഉണ്ടായതുകൊണ്ട് അവർ ആലോചിച്ച് കിടക്കുകയാണ്. അന്തരയുടെ ഭർത്താവ് മദ്യപിച്ച് കിടക്കുകയാണ്. ആ സമയം നിർമ്മൽ വാതിൽ തുറന്ന് അവിടേക്ക് വരുന്നു. എന്തിനാണ് വന്നത് എന്ന് ചോദിക്കാൻ അന്തര വരുന്നുണ്ട്. അദ്ദേഹം കെട്ടിപ്പിടിച്ച് റൊമാൻസ് ചെയ്യാൻ നോക്കുകയാണ്. പ്ലീസ് ഒന്ന് പോവൂ, ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാണ്. നാളെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് എന്നവർ പറയുന്നു. അദ്ദേഹം സമ്മതിച്ച് അവിടെ നിന്നും പോവാണ്. അന്തര ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച് പിടിക്കപ്പെടുമോ എന്ന് ഭയക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എല്ലാവരും ബോട്ടിങ്ങിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ നിർമ്മൽ എനിക്ക് എഴുതാനുണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു. റിലാക്സ് ചെയ്യാനല്ലേ വന്നത്, പിന്നെ തന്നെ എഴുതുന്നത് എന്ന് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. അലോകും അന്തരയും വരാൻ വൈകുന്നുണ്ട്. നോക്കുമ്പോൾ അലോക് മാത്രം വരുന്നു. വൈഫിന് വയ്യ, അവൾ വരുന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ നീയും പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് അലോക് പറയുന്നു. അന്തര പറഞ്ഞതുപോലെ തന്നെ ചെയ്തു എന്ന് നിർമ്മൽ സന്തോഷിക്കുകയാണ്. എന്നാൽ ശ്രീജയ്ക്ക് സംശയം കൂടുന്നുണ്ട്. അലോക് അവരുടെ കൂടെ പോകുന്നുണ്ട്. ശ്രീജയും എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് നേരത്തെ സംശയിച്ച കൊളീഗിന് മനസ്സിലാവുന്നു. അന്തര പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മൽ അടിച്ചു ചെല്ലുന്നു. പുകവലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ അച്ഛൻ പുകവലി കാരണമാണ് മരിച്ചത്, ഇത് വേണ്ട എന്ന് അവർ പറയുന്നുണ്ട്. ശരി, നിർത്താം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കളയുന്നു. അവളെ ഉമ്മ വയ്ക്കാൻ തുടങ്ങാണ്. എല്ലാവരും പോയ ശേഷം ഇവരൊരു അരുവിയിലേക്ക് പോകുന്നു. ബോട്ട് വരാൻ വൈകുമെന്ന് പറഞ്ഞ് ശ്രീജ കാത്തിരിക്കുന്നുണ്ട്. ബോട്ട് വന്നപ്പോൾ എനിക്ക് വെള്ളം പേടിയാണ്, ഞാൻ വരുന്നില്ല എന്ന് ശ്രീജ പറയുന്നു.
എന്നാൽ ശ്രീജ സ്വിമ്മിംഗ് ചാമ്പ്യൻ ആണെന്ന് കൊളീഗിന് അറിയാം. നീ ചാമ്പ്യൻ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ശ്രീജ മറുപടിയൊന്നും പറയുന്നില്ല. ശ്രീജ ചെക്ക് ചെയ്യാൻ പോവാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിർമ്മലും അന്തരയും അരുവിയിൽ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോകണോ വേണ്ടയോ എന്ന് ശ്രീജ ആലോചിക്കുന്നുണ്ട്. ഒടുവിൽ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. റൂമിൽ അവരില്ല. കാട്ടിലൂടെ അന്വേഷിച്ച് നടക്കുകയാണ്. അരുവിയിൽ അവർ രണ്ടുപേരും റൊമാൻസ് ചെയ്യുന്നത് അവർ കാണുന്നു. ഇത് കണ്ട് ശ്രീജ തകർന്നു പോവാണ്. 6 മണിക്കൂറിന് ശേഷം മറ്റുള്ളവർ തിരിച്ചു വരാണ്. ശ്രീജ എവിടെയെന്ന് നിർമ്മൽ ചോദിക്കുന്നുണ്ട്. അവൾ എപ്പോഴേ പോയല്ലോ എന്ന് അവർ പറയുന്നു. എപ്പോൾ പോയി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സമയം കേൾക്കുമ്പോൾ താനും അന്തരയും ഒന്നിച്ചുണ്ടായിരുന്ന സമയം ശ്രീജ കണ്ടിരിക്കുമോ എന്ന് അദ്ദേഹം ഭയക്കുന്നു. അന്തരയും ഭയക്കുന്നുണ്ട്. നിർമ്മൽ ഭാര്യ അന്വേഷിച്ച് പോകുന്നുണ്ട്. നേരത്തെ സംശയം ഉണ്ടായിരുന്ന കൊളീഗ് അന്തരയുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുന്നു. എനിക്കൊന്നും അറിയില്ല എന്ന് കരുതണ്ട, എല്ലാം എനിക്കറിയാം. നിന്റെ ഭർത്താവിനെയോ കുട്ടിയെയോ ഓർത്തൂടെ എന്ന് വഴക്ക് പറയുന്നുണ്ട്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാണ്, അദ്ദേഹം കേൾക്കാത്തതാണ് എന്ന് അന്തര പറയുന്നു. അപ്പോൾ അലോക് വരുന്നുണ്ട്. അവരത് മറച്ചു വയ്ക്കുന്നുണ്ട്. നിർമ്മൽ ശ്രീജയെ കാണുന്നുണ്ട്. ശ്രീജ നനഞ്ഞൊലിച്ച് ഒരിടത്തിരിക്കുകയാണ്. സോറി, എന്നെ വിശ്വസിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം മാപ്പ് ചോദിക്കുന്നു. ശ്രീജ ദേഷ്യത്തിൽ അടിക്കുകയാണ്. അദ്ദേഹം കാല് പിടിച്ച് കരയുന്നുണ്ട്. കൊളീഗ്സ് എല്ലാവരും അറിഞ്ഞു. അലോകിനെ മാത്രം അറിയിക്കാതെ നോക്കി. ഇനിയെങ്കിലും ഇത് നിർത്തണം എന്ന് എല്ലാവരും ഉപദേശിക്കുന്നു. ഇനി കാണില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ഭാര്യ എപ്പോഴും വഴക്കാണ്. നമുക്ക് പിരിയാം എന്നും പറയുന്നുണ്ട്. അവൾക്കൊരു മകളുണ്ട്. മകളും ഇതെല്ലാം കാണുന്നുണ്ട്. ഇനി ചെയ്യില്ല, ഡിവോഴ്സ് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു കരയുന്നുണ്ട്. ഡിവോഴ്സ് ചെയ്യുന്നില്ലെങ്കിലും അവർ തമ്മിലുള്ള അടുപ്പം കുറയുന്നു. അന്തരയെ കാണാൻ കഴിയാത്തതിൽ അദ്ദേഹവും വിഷമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തിനെ ഇത് ബാധിക്കുന്നുണ്ട്. കഥ റെഡിയാക്കുന്നില്ലേ എന്ന് എഡിറ്റർ ചോദിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എഴുതാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു. ശരി, നിനക്കായി ഒരു അപ്പാർട്ട്മെന്റ് തരാം, അവിടെ ഇരുന്ന് എഴുതിക്കോളൂ എന്ന് എഡിറ്റർ പറയുന്നു. അദ്ദേഹം അത് സമ്മതിക്കുകയാണ്. പ്രസന്റിൽ കഥ പറയുന്ന അദ്ദേഹം എൻ്റെ അന്തരയെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു ഫോട്ടോ കാണിക്കുന്നു. ഫോട്ടോ കാണുന്ന ഋഷഭ് ഇവരുടെ പേര് അന്തര എന്നല്ല ദമയന്തി എന്നാണ്. ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഋഷഭ് അന്തരയെ കുറെ നാളായി അന്വേഷിക്കുകയാണ്. എവിടെ വെച്ച് കണ്ടു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഞാൻ സർവീസ് ചെയ്യാൻ പോകുന്നിടത്ത് വെച്ച് കണ്ടു എന്ന് അവൻ പറയുന്നു. പിറ്റേന്ന് അവർ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതൊരു മെന്റൽ ഹോസ്പിറ്റലാണ്. അവിടെ ഒരു സെല്ലിൽ രോഗിയായി അവരിയ്ക്കുന്നത് കാണിക്കുന്നു. അവർക്ക് മാനസിക നില തെറ്റിയിരിക്കുകയാണ്. മനസ്സിലായോ, ഞാനാണ് നിർമ്മൽ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആളെ മനസ്സിലാവുന്നില്ല. അദ്ദേഹം വിഷമിച്ച് കരയാണ്. ഋഷഭ് NGO പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഇവരെ കണ്ടത്. ഇവർ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. സൊനാലി റൈറ്ററുടെ സാധനങ്ങൾ എടുക്കാൻ പോയിരിക്കുകയാണ്. ഋഷഭും റൈറ്ററും മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി എന്ത് സംഭവിച്ചു എന്ന് പറ എന്ന് ഋഷഭ് ചോദിക്കുന്നു. ഓഫീസിലേക്ക് നിർമ്മലിനെ അന്വേഷിച്ച കോള് വരുന്നുണ്ട്. അന്തരയാണ് വിളിക്കുന്നത്. കാണണം എന്ന് പറയുന്നു. വേണ്ട, പ്രശ്നമാവുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളെ കാണാതെ പറ്റുന്നില്ല എന്നവർ പറയുന്നു. അദ്ദേഹം കോൾ കട്ട് ചെയ്യാണ്. പുറത്തു നോക്കുമ്പോൾ അവർ ഓഫീസിന് എതിർവശത്ത് നിൽക്കുന്നത് കാണുന്നു. അവൾ സങ്കടത്തോടെ പോവാണ്. വീട്ടിലെത്തിയ അന്തരയോട് ഭർത്താവ് സന്തോഷത്തോടെ സംസാരിക്കുന്നു. മീൻ വാങ്ങിയിട്ടുണ്ട്, ഫ്രണ്ട്സ് വരുന്നുണ്ട്, പാചകം ചെയ്യേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അന്തര ദേഷ്യപ്പെടുന്നുണ്ട്. എന്നെ കൊണ്ട് വയ്യ, ഞാൻ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് ഭർത്താവിനോട് തട്ടിക്കയറുന്നു. ഹീറോയോടുള്ള ദേഷ്യം ഭർത്താവിനോട് തീർക്കുകയാണ്. ഹീറോ കഥ എഴുതി തീർക്കുന്നുണ്ട്. വേഗം തരാമെന്ന് എഡിറ്ററോട് പറയുന്നു. ആ സമയത്ത് നിനക്കൊരു കോള് വന്നിരുന്നു എന്ന് ഓഫീസിൽ പറയുന്നുണ്ട്. അന്തര ആയിരിക്കുമെന്ന് ചിന്തിച്ച് അദ്ദേഹം തിരിച്ചു വിളിക്കുകയാണ്. കാണണമെന്ന് പറഞ്ഞില്ലേ, കാണാമെന്ന് അദ്ദേഹം പറയുന്നു. അവർക്കായി നൽകിയ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. പുസ്തകം പെട്ടെന്ന് വേണമെന്ന് എഡിറ്ററും പറയുന്നു. റൂമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ എഡിറ്ററുടെ കയ്യിലുണ്ട്. ആരെങ്കിലും പോയി ബുക്ക് എടുത്ത് വരൂ എന്ന് എഡിറ്റർ പറയുന്നു. ഞാൻ പോയി എടുക്കാം എന്ന് പറഞ്ഞ് ആ ലോക താക്കോൽ വാങ്ങി പോവാണ്. റൂമിൽ നിർമ്മലും അന്തരയും പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നു. 2 വർഷമായി കാണാത്തതിന്റെ വിഷമം പങ്കുവയ്ക്കുകയാണ്. ബാത്റൂമിൽ ഷവർ ഓണാക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അലോക് ടാക്സിയിൽ അവിടേക്ക് വരികയാണ്. വാതിൽ തട്ടിയിട്ടും തുറക്കാത്തതുകൊണ്ട് താക്കോൽ ഉപയോഗിച്ച് തുറക്കുകയാണ്. ബുക്കെടുത്ത് മടങ്ങാൻ തുടങ്ങുമ്പോൾ ബാത്റൂമിൽ നിന്നും ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ അവർ രണ്ടുപേരും ബാത്റൂമിൽ ഒന്നിച്ച് നിൽക്കുന്നതാണ് അലോക് കാണുന്നത്. അത് കണ്ട് അലോക് ആകെ ഞെട്ടി അവിടെ ഛർദ്ദിക്കുന്നു. അലോകിനെ കണ്ട് ഇവരും ഞെട്ടുന്നു. അലോക് അവിടെ നിന്നും ഓടിപ്പോവാണ്. ഇരുവരും വസ്ത്രം മാറി പിന്നാലെ ഓടുന്നു. അലോക് വീട്ടിലേക്കാണ് പോയത്. ഇവർ വീട്ടിലെത്തി നോക്കുമ്പോൾ അലോക് കഴുത്തറത്ത് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അന്തര ആകെ ഞെട്ടിപ്പോവാണ്. ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവർ സ്വയം അടിക്കുന്നു. നിർമ്മൽ അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. എല്ലാവരും ഓടിക്കൂടുകയാണ്. കൊളീഗ്സൊക്കെ അവരെ കുറ്റപ്പെടുത്താണ്. നിങ്ങൾ കാരണമാണ് അലോക് മരിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് അന്തരയ്ക്ക് മാനസിക നില തെറ്റുന്നത്. അന്തരയെ എവിടെയോ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. നിർമ്മൽ അവരെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നു. അന്തരയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. അവനെ ശ്രീജയാണ് എടുത്തു വളർത്തിയത്. ഇതെല്ലാം കേട്ട് ഋഷഭ് നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ ജീവിതം നശിച്ചത് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഋഷഭ് അന്തരയുടെ മകനാണ്. അമ്മ ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ടാണ് അവൻ അവിടെ സർവീസ് ചെയ്യാൻ പോകുന്നത്. നീ അന്തരയുടെ മകനാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞത്. സൊനാലി തന്ന ഡയറി അന്തരയുടേതാണ്. അത് നിന്റെ കയ്യിൽ നിന്നാണ് വന്നത് എന്ന് നിർമ്മൽ പറയുന്നു. നിന്റെ ദേഷ്യം ന്യായമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദേഷ്യം വന്ന ഋഷഭ് അദ്ദേഹത്തെ പിടിച്ച് ജനലിലൂടെ താഴേക്ക് തള്ളിയിടുന്നു. അദ്ദേഹം താഴെ വീണ് മരിക്കുകയാണ്. വാർത്തയിൽ അദ്ദേഹം മരിച്ച വിവരം വരുന്നുണ്ട്. ഋഷഭിന് എന്ത് ശിക്ഷ ലഭിച്ചു എന്നൊന്നും കാണിക്കുന്നില്ല. ഇതോടെ സിനിമ അവസാനിക്കുന്നു.
സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.